മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. മഞ്ഞക്കിളിയുള്ളോ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിലുള്ള കാവളി ചൊല്ലുന്നുണ്ടേ. ഗുരുവായൂരാണ് അല്ലേ? ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹം. അതിലുപരി ഗുരുവായൂരപ്പൻ്റെ പ്രസാദം, അന്നദാന പ്രസാദം കഴിക്കാനായിട്ട് ഒതുങ്ങിയെടുത്തു നടുക്കേക്കോട് നമ്മൾ നടക്കണം. അന്നദാന പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കൊതിമൂത്തിട്ട് ഓടി വന്നേക്കുന്നു. കൊച്ചു പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറയാം, നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാലോ? കഴിക്കാം. കന്നിമാസം 1-ാം തീയതി. 1-ാം തീയതി നമ്മളപ്പോൾ ഗുരുവായൂരത്തിലെ കാണുന്നു. മസാല ദോശ കഴിക്കാണ്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലേ? ഇഷ്ടല്ലേ? അപ്പം 1-ാം തീയതി ആയിട്ട് എന്ത് ചെയ്യണം? 1-ാം തീയതി ആയിട്ടൊന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ടാണ്. വേണ്ട, ഞങ്ങൾ തൊഴുതിറങ്ങിയൊക്കെ പോന്ന് ഭക്ഷണം കഴിച്ചു. ഗുരുവായൂരപ്പനെ തൊഴുതു സന്തോഷമായി. ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിച്ചു സന്തോഷമായി. അരി നീങ്ങിയെടുത്തു. ഇവിടെയാണ് ഒതുങ്ങി. ഇതെന്താ ഇവിടെ ഒരു ക്യൂ? മറ്റേ സേവാഭാരതിക്കാർ ഇറങ്ങി കുറച്ച് മുമ്പ് ഒന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കായിരിക്കും. വേണമെന്നുണ്ട്. 10 മിനിറ്റുള്ളൂ ട്രെയിൻ പോകാനായിട്ട്. 10 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. ട്രെയിൻ പോകും. അല്ലെങ്കിൽ ഞാനത് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചാണ്. അല്ലേ? ഓടാണ്. പക്ഷെ അവിടെ ക്യൂ ഉണ്ട്. അപ്പം ഇന്ന് കന്നിമാസം 1. കന്നിമാസം 1 ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ ഒന്ന് തൊഴുതു, ഭഗവാനെ കണ്ട് പ്രസാദം കഴിച്ച് സന്തോഷമായി തിരിച്ചു പോകാൻ. ട്രെയിനിന് 10 മിനിറ്റേ ഉള്ളൂ. അതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലെത്തണം. യെസ്, ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്നദാനം കഴിച്ചിട്ട് വയറ് നിറഞ്ഞ സന്തോഷമായി. നടക്കാൻ പറ്റുന്നുണ്ട്. ഗുരുവായൂരപ്പനെ അകത്തേറി കണ്ടു തൊഴുതില്ലേ? സന്തോഷായില്ലേ? അകത്ത് കയറി തൊഴുവണം എന്നല്ലേ? നാലമ്പലത്തിന്റെ അകത്ത് കയറി തൊഴുത് കണ്ടിറങ്ങി. ഇന്ന് നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. കന്നിമാസം 1-ാം തീയതിയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് ഇന്നലെയാണ് തീരുമാനിച്ചത്. പ്ലാൻ ചെയ്തിട്ടുള്ള വരവൊന്നുമല്ല. അപ്പം ഗുരുവായൂരപ്പനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. 1:30-യുടെ ട്രെയിൻ 2 മണിക്കാക്കണം. അതായത് ആൾക്കാർക്ക് സമാധാനമായിട്ട് തൊഴുത് ഭക്ഷണം കഴിച്ച് വരാനുള്ള ഒരു ടൈം. ഇത് നമ്മൾ വായു പിടിച്ചിട്ടാണ് എല്ലാം ചെയ്തിറങ്ങണത്. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഓടി വരുമ്പോഴത്തേക്കും ട്രെയിൻ വിടാനുള്ളൊരു സമയമായിട്ടുണ്ടാവും. വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് ട്രെയിൻ തന്നെ ശരണം. ട്രെയിനിൽ കിടക്കാണ്. ഓടിയെങ്കിലും കിട്ടി. ഓടിയെങ്കിലും ട്രെയിനിൽ കയറാൻ പറ്റിയല്ലേ? സീറ്റൊക്കെ കിട്ടി. സീറ്റ് കിട്ടി. ഇപ്പം തൃശ്ശൂർ വന്നപ്പോൾ എല്ലാ ആൾക്കാരും ഇറങ്ങി. അപ്പം ഞാൻ അവിടെ കിടക്കാണ്.